സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ധാർചുളയിലാണ്. ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ കാണിച്ചു തരാം. എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം എന്ന് പറയും. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പിട്ടോഗഡ് ഡിസ്ട്രിക്റ്റ് ആണ്. തൊട്ടപ്പുറമുള്ള സ്ഥലത്തെ ധാർചുല എന്ന് പറയും. ഇതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് നടന്നുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെയാണ് വരിക. ഈ ഒരു പാലം കണ്ടോ? ഈ പാലത്തിലൂടെ നടന്നു പോകാം. ഇവിടെ ആധാർ കാർഡ് കൊടുക്കണം. ബ്രിഡ്ജിന്റെ നടുക്കുന്ന് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ ഓഫീസർമാർ പറയുന്നുണ്ട്. ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പാലത്തിന്റെ നടുക്ക് പോയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊന്നും ഇവിടുന്ന് സമ്മതിക്കില്ല. ഇത് കണ്ടോ? ഇതാണ് നമുക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള ഒരു സ്ഥലം. ഇവിടെ ബാൻ ചെയ്ത സാധനങ്ങൾ കണ്ടോ? നമ്മളെ സ്വർണം കാര്യങ്ങളൊന്നും കടത്താൻ വിടില്ല, ഫുഡ് കടത്താൻ വിടില്ല, പിന്നെ ആൽക്കഹോള് തൊട്ടപ്പുറത്തേക്ക് കടത്താൻ വിടില്ല. പിന്നെ എന്താണ്, ബിയർ, ആൽക്കഹോളൊന്നും മെയിനായിട്ട് കടത്താൻ വിടാത്തത്. ടൈമിംഗ് ചേഞ്ച് കണ്ടോ? ഫ്രം 13/11/2023. ഓപ്പണിംഗ് ടൈം 6 മണിക്ക് രാവിലെ ഓപ്പൺ ആക്കും. ക്ലോസിംഗ് ടൈം 6 മണിക്ക് രാവിലെ അത് എന്താണ് ക്ലോസ് ചെയ്യും. 6 മണി ടു 6 മണിയാണ്. അതായത് നേപ്പാളിൽ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ട് ജോലിക്ക് പോകാറുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും ജോലിക്ക് വരാറുണ്ട്. അവർക്ക് തിരിച്ചു വരാനുള്ള ടൈമാണ്. ഇതാണ് നേപ്പാളിലെ ധാർചുള. ധാർചുള എന്ന് പറയും. പ്രോപ്പർ ധാർചുള സിറ്റിയാണ്. ഇവിടുത്തെ കടകളാണ്. തൊട്ടടുത്താണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് അവരെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം എന്താ വിചാരിച്ചാൽ അതിന് കുറച്ച് പെർമിഷൻ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്താണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആധാർ കാർഡ് ചേഞ്ച് ആക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യും. ഇന്ത്യയിലേക്ക് പോയി ഇന്ത്യയിൽ നിന്ന് ATM പൈസ വിഡ്രോ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ബെറ്റർ. കാരണം ഇവിടെ ഇവർ 500 രൂപയും 300 രൂപയൊക്കെ ഫൈൻ പിടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്ത്യയിലേക്ക് ഒന്ന് കടക്കാൻ നോക്കുവാണ്, ട്രൈ ചെയ്യുവാണ്. നോക്കാം. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ? ഈ ഒരു ബ്രിഡ്ജ് നടന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലൂടെ നടന്ന് ഈ ഒരു ബോർഡറിൽ എത്തിയിരിക്കുവാണ്. എന്താണ്, നേപ്പാളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിലേക്കാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. തൊട്ട് താഴിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി. ഇത് കണ്ടോ? ഇത് മഹാകാളി നദിയാണ്. നേപ്പാളിലാണ് ഇത്രയും നേരം ഞാൻ ഉണ്ടായിരുന്നത്. നേപ്പാളിൽ നിന്ന് നേരെ എത്തിയിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ധാർചുള സിറ്റി ഏരിയയിലായിട്ടാണ് ഞാനുള്ളത്. ഉത്തരാഖണ്ഡിലെ പിട്ടോഗഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മാർക്കറ്റാണ് ധാർചുള എന്ന് പറയും. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ബോർഡർ വന്നത് കൊണ്ടാണ് ഡിഫറൻറ്റ് കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യയിലെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നത്. എന്തല്ലേ, നേപ്പാളിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഞാൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. 1 മിനിറ്റ് മാത്രം മതി. വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സ്കൂൾ കുട്ടികൾ നേപ്പാളിലായാലും ഇന്ത്യയിലായാലും എന്താണ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി രാവിലെ തന്നെ. ഇതൊക്കെ എന്താണ്, നേരെ പോയാൽ എനിക്ക് എന്താണ് മലയോര മേഖലയിൽ വരുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇത് കണ്ടോ? നമുക്ക് നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനാണെങ്കിൽ ചെറിയൊരു സമയം മതി. ഏകദേശം 1 മിനിറ്റ് മാത്രം മതി നമുക്ക് നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി. ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് പോകാനും 1 മിനിറ്റ് മാത്രം മതി. ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. കാരണം എങ്ങനെയാണ് നമുക്ക് പാസ് ചെയ്യാൻ കഴിയുമോ? നേപ്പാളുകാർ എൻ്റെ അടുത്ത് നിന്ന് ആധാർ കാർഡ് പോലും ചോദിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആധാർ കാർഡ് പോലും എനിക്ക് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വന്നില്ല. പക്ഷേ ഇന്ത്യയിൽ എത്തുമ്പം ആധാർ കാർഡ് വേണ്ടി വന്നു, ഐഡൻറ്റിറ്റി കാർഡ് വേണ്ടി വന്നു, ലൈസൻസ് വേണ്ടി വന്നു, എല്ലാം വേണ്ടി വന്നു. ക്യാമറ ഓഫ് വേണ്ടി വന്നു. കാരണം ബോർഡർ ഏരിയ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് അവർ പെർമിഷൻ തന്നു. എൻ്റെ വീഡിയോ വരെ അവർ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂളാണ് ബോർഡറിൻ്റെ ഒരു വീഡിയോ, ഒരു ബ്രിഡ്ജില്ല, ആ ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ പോലും ചാനലിൽ വരാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂളെന്നാണ് നമ്മൾ ഇന്ത്യൻ ആർമിക്കാർ പറഞ്ഞത്. പക്ഷേ നേപ്പാൾ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞു ഷൂട്ട് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അങ്ങനെ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്കെന്തായാലും ആ ഓർഡർ നിരസിച്ച് കളയാൻ കഴിയില്ല. ഇന്ത്യൻ ആർമിയാണ്, നമ്മുടെ സൈനികരാണ്, ഇന്ത്യൻ റൂളാണ്. ഞാനൊരു ഇന്ത്യനാണ്. അപ്പോൾ അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ലഹരി പദാർത്ഥങ്ങളൊന്നും എന്താണ് ബോർഡർ വഴി കടത്താൻ വിടില്ല. തോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കടത്താൻ വിടില്ല. അവർ സൂക്ഷിക്കും. ഡയമണ്ട്, സ്വർണം, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതൊന്നും കടത്താൻ വിടില്ല. എല്ലാം ഇവർ നോക്കും കേട്ടോ. എന്തായാലും തൊട്ടടുത്താണ് ബോർഡർ വരുന്നത്. എനിക്ക് തിരിച്ചിറങ്ങാൻ സമയമായി. തിരിച്ച് നേപ്പാളിൽ എത്തിയിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്കിനി അടുത്ത കാഴ്ച കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് തിരിച്ചു വന്നിരിക്കുവാണ്. ഈ കാണുന്ന നദിയാണ് മഹാകാളി നദി. ഈ രണ്ട് രാജ്യത്തിനും ഒരേപോലെ തുല്യമായ നദിയാണ് മഹാകാളി എന്ന് പറയുന്നത്. ഹിമാലയൻ നദിയാണ്. മഹാകാളി നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ പിട്ടോഗഡ് ഡിസ്ട്രിക്റ്റിലെ ഒരു ഭാഗവും കൂടാതെ തന്നെ നേപ്പാൾ രാജ്യത്തിലെ ഹിമാലയ സൈഡിലെ ഒരു ഭാഗവുമായ കലാപ്പാനി ഹിമാലയ സൈഡിലെ ലിബു ലേക്കിൽ നിന്നുമാണ് ഈ ഒരു നീല കളർന്ന നദി ഉത്ഭവിച്ചു വരുന്നത്. ഈ രണ്ട് രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട അതിർത്തി കൂടിയാണ് ഈ കാണുന്ന മഹാകാളി നദി എന്ന് പറയുന്നത്. ഇത് മൊത്തം നേപ്പാളിൻ്റെ ഒരു സൈഡും ഇത് മൊത്തം ഇന്ത്യയുടെ ഒരു സൈഡുമാണ്. ഞാൻ ആ ഒരു പാലത്തിലൂടെയാണ് സഞ്ചരിച്ച് ഇന്ത്യയിൽ കയറിയത്. റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയാത്തത്. എന്തായാലും അത് പോട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷനായ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
സമയം ഇപ്പോൾ എന്താണ് 10 മണിയാവാൻ പോവുകയാണ്. നേപ്പാളിൽ 10 മണിയാണ്. ഈ ഒരു സമയത്തിനുള്ളിലാണ് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും നേപ്പാളിലെ കാഴ്ചകളാണ് എൻ്റെ വീഡിയോയിൽ ഇനി കൂടുതൽ വരിക. ഞാൻ മുകളിലോട്ടുള്ള ഹിമാലയൻ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ടൊക്കെ എന്താണ് ധാരാളം നേപ്പാൾ ഗ്രാമങ്ങളുണ്ട്. തൊട്ടപ്പുറത്താണ് ഈ ഇന്ത്യയിലെ പിട്ടോക്ക ഡിസ്ട്രിക്ട് വരും. ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്തെ ധാർച്ചുള എന്നും നേപ്പാൾ ഈ ഒരു ഭാഗത്തെ ഡാർച്ചുള എന്നുമാണ് പറയുക. എൻ്റെ ഭാഷ മലയാളം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ വ്യത്യാസമാണ്. കുട്ടികളൊക്കെ എൻ്റെ മലയാളം ഭാഷ കേട്ട് എന്താണ് ചിരിക്കുവാണ്. മലയാളം ഇവർക്ക് അറിയില്ലല്ലോ എന്താണ് ഈ ഒരു ഭാഷ. ക്യൂരിയോസിറ്റി കൂടുതലാണ്. പക്ഷെ നമ്മളെ കേരളം എന്ന സംസ്ഥാനം എവിടെ പോയാലും പ്രധാനപ്പെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. മീനിങ് ഹൈ എഡ്യൂക്കേഷൻ, നാരിയൽ, കോക്കനട്ട് ഓയിൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ജോലിക്ക് വരുന്നത് നമ്മുടെ കേരളത്തിലാണ്. നേപ്പാളിൽ നിന്നും നമ്മളെ കേരളത്തിലേക്ക് ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കേരളം നാനാ ഭാഗങ്ങളിൽ ഫേമസ് ആണ്. എന്തായാലും ഡാർച്ചുള വേഴ്സസ് ധാർച്ചുള ഇന്ത്യ നേപ്പാൾ ബോർഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മഹാകാളി നദിയുടെ തീരത്ത് നിന്നും ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.